രാജശ്രീ ആദീസ് വേൾഡിൻ്റെ കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത് മിച്ചറാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന രീതിയിലാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത്. ഏതൊരു വീട്ടമ്മയ്ക്കും വീട്ടിൽ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും. ബേക്കറിയിൽ നിന്നും വാങ്ങുന്ന അതേ രുചിയിൽ തന്നെ ഒരു കൃത്രിമവും ചേർക്കാതെ നമുക്ക് തയ്യാറാക്കാം. വീഡിയോ കണ്ടു നോക്കൂ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മിച്ചർ തയ്യാറാക്കാനായിട്ട് ഞാൻ 200 ഗ്രാം കടലമാവ് അരിപ്പയിൽ തട്ടിയൊന്ന് അരിച്ചെടുക്കാം. കട്ടകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാനാണ്. അരിച്ച ഈ മാവിനെ നമുക്ക് കുഴയ്ക്കാനുള്ള ബൗളിലേക്ക് ഇടാം. ഒരു 150 ഗ്രാം അരിപ്പൊടി കൂടി ചേർക്കുകയാണ്. 100 ഗ്രാം ചേർത്താലും മതി. ഞാനിവിടെ 150 ഗ്രാം ചേർക്കുന്നുണ്ട്. 1/2 സ്പൂൺ കായപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ ഉപ്പ്. ഇത്രയും ചേർത്ത് സാധാ പച്ചവെള്ളത്തിൽ തന്നെ കുഴച്ചെടുക്കാം. ഇത്രയും വെള്ളം വേണ്ടി വരില്ല, കുറച്ചൊഴിച്ച് ഒന്ന് മിക്സ് ചെയ്യാം. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. കയ്യിലൽപ്പം എണ്ണ തടവിയ ശേഷം കൈ കൊണ്ട് ഇനി കുഴച്ചെടുക്കാം. മാവ് കുഴയ്ക്കുമ്പോൾ ഒരുപാട് ലൂസാവാനും പാടില്ല, ഒരുപാട് ടൈറ്റ് ആവാനും പാടില്ല. ഈ രീതിയിൽ തന്നെ കുഴച്ചെടുക്കണം. ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഇടിയപ്പത്തിൻ്റെ സേവനാഴിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചില്ലാണ് ഞാൻ ഇതിനായി ഉപയോഗിക്കുന്നത്. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് സേവനാഴിയിലാക്കി ഇത് എണ്ണയിലേക്ക് പിഴിഞ്ഞ് ഒഴിക്കാം. ഒരു മിനിറ്റിനുള്ളിൽ തന്നെ ഇത് റെഡിയായി കിട്ടും. ഫ്ലെയിം ഇപ്പോൾ മീഡിയത്തിലാണ്. കോരിയെടുക്കാം. രണ്ടാമത്തെ സ്റ്റെപ്പും പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. പെട്ടെന്ന് തന്നെ ആയി കിട്ടും. കോരിയെടുക്കാം. ബാക്കിയെല്ലാം ഇതുപോലെ വറുത്തെടുക്കാം. എല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. അടുത്ത് പട്ടാണിക്കടല വറുത്തെടുക്കാം. 100 ഗ്രാമാണിത്. ഇടുമ്പോൾ തന്നെ ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടി വരും. പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അപ്പോൾ അങ്ങ് കോരിയെടുത്താൽ മതി. എണ്ണ വാർത്ത് കോരിയെടുക്കണം. അടുത്ത് കപ്പലണ്ടി വറുത്തെടുക്കാം. അതിൽ ഉപ്പുനീരും കായപ്പൊടിയും ലേശം മുളക് പൊടിയും ചേർത്ത് മിക്സ് ചെയ്ത് വറുക്കാം. പച്ചക്കപ്പലണ്ടി ആയതുകൊണ്ട് ഒരു 1-1.5 മിനിറ്റ് എടുക്കും വറുത്ത് കോരാനായിട്ട്. ഇപ്പോൾ ആയിട്ടുണ്ട്. നമുക്ക് കോരിയെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വറുത്ത് കോരിയത്. 10 അല്ലി വെളുത്തുള്ളി ഇടികല്ലിൽ വെച്ച് ചതച്ചെടുത്തതാണ്. അതൊന്ന് വറുത്ത് കോരാം. എട്ട് വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും അതും വറുത്തെടുക്കാം. വറുത്തെടുത്ത് എല്ലാം ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് എടുക്കാം. ഒന്ന് ചെറുതായിട്ട് അമർത്തി ഒന്ന് പൊടിച്ചെടുക്കണം. വറുത്ത് വെച്ച കപ്പലണ്ടിയും വെളുത്തുള്ളിയും പട്ടാണിക്കടലയും എല്ലാം ഇതിലേക്ക് മിക്സ് ചെയ്യാം. കറിവേപ്പിലയും വറ്റൽമുളകും ഒന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ പൊടിക്കണം.
ബാക്കിയുള്ളതും കൂടെ ഇട്ട് മിക്സ് ചെയ്യാം. ഉപ്പും എരിവും കുറവാണ്, അതുകൊണ്ട് ലേശം കായപ്പൊടിയും 1/4 സ്പൂൺ മുളക് പൊടിയും ഉപ്പുപൊടിയും ചേർത്ത് മിക്സ് ചെയ്ത് ഇതുപോലെ ഒന്ന് തൂവി കൊടുത്താൽ മതി. കുറവുള്ളതെല്ലാം ലാസ്റ്റ് ചേർത്ത് നമുക്ക് യോജിപ്പിച്ചെടുക്കാം. ബാക്കിയും കൂടെ ഇട്ട് യോജിപ്പിക്കാം. അങ്ങനെ രുചികരമായ മിച്ചർ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റാണ് ഈ മിച്ചറിന്. തയ്യാറാക്കി കഴിച്ചു നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.